നമ്മുടെ ലാലേട്ടൻ്റെ ഇൻട്രോ സീന്, ഏകദേശം ലാലേട്ടൻ്റെ ഇൻട്രോ സീൻ ഇതേ അവിടെ, ആ ഏകദേശം ഇത് അവിടെ നിന്നാണ് ലാലേട്ടൻ നമ്മുടെ പ്രശസ്തമാണ്. നരസിംഹത്തിലെ ലാലേട്ടൻ്റെ ഇൻട്രോ സീന് പ്രശസ്തമാണ്. അവർ പോയിരിക്കുന്ന കടവിലാണ് പോയിരിക്കുക. ആ മുണ്ടായ കടവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അത് ചരിത്രമാണ് ഉള്ള കാര്യമാണ്. അപ്പോൾ അതാണ് ഈ ക്ഷേത്രവും നമ്മുടെ സാമൂഹിക പരിഷ്കർത്താവ് BT വട്ടതിരിപ്പാടുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീജിത്ത് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂർ, പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ അടുത്തുള്ള മുണ്ടായ കടവിലാണ്. മുണ്ടായ കടവ് പ്രശസ്തമാണ്, സിനിമാ പ്രേമികൾക്കൊക്കെ പ്രശസ്തമായിട്ടുള്ള മുണ്ടായ കടവിലാണ് നിൽക്കുന്നത്. ഇത് ഭാരതപ്പുഴയുടെ തീരത്ത്, പാലക്കാട് ജില്ല, അപ്പുറം തൃശ്ശൂർ അല്ലേ? അത് ആ കാണുന്നത് അവിടെയൊക്കെ തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ, ആ ഭാഗത്തൊക്കെ അതിർത്തിയാണ് ഭാരതപ്പുഴ. അപ്പോൾ ഷൊർണൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, മിക്കവാറും കുറേ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനും എന്തായാലും ഇവിടെ വന്നിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ എന്നും നിൻ്റെ മൊയ്തീൻ, നരസിംഹം തുടങ്ങിയ ഒരുപാട് സിനിമകളെടുത്ത മുണ്ടായ കടവിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാമെന്നുണ്ട്. ചെറിയൊരു പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ? അതാ വാട്ടർ അതോറിറ്റിയുടെയാണ്. അപ്പോൾ അവിടെയാണ് മുണ്ടായ കടവ്. ഞങ്ങളപ്പോൾ ഇതിൻ്റെ തീരത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കടവിൽ പോയിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാൻ. ഇത് ഇങ്ങനെയാണ് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങി വന്നു. ഇപ്പോൾ ഭാരതപ്പുഴയുടെ ഇപ്പോൾ ഏകദേശം ജൂൺ മാസം ആയി, പക്ഷേ വെള്ളം വന്നിട്ടില്ല ഭാരതപ്പുഴയിൽ. അങ്ങോട്ട് ഇവിടെ ഉള്ള വെള്ളം എന്താണെന്ന് വെച്ചാൽ തടയണ ഉള്ള കാരണമാണ് ഇങ്ങനെ ഇതാക്കി നിർത്തിയിരിക്കുന്നത്. അതെ. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലേക്ക് പോയിട്ട് ഇവിടെ നരസിംഹമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇവിടുത്തെ സീൻസ് ആദ്യം നോക്കാം. നരസിംഹത്തിലെ കുറച്ച് സീൻസ് ഉണ്ട് ഇവിടെ, അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്നാണ് ഇൻട്രോ പറഞ്ഞത്. അവിടെ നിന്ന് കുറച്ചിങ്ങനെ വന്നു കേട്ടോ, നടന്നിട്ട് ഇങ്ങനെ വന്നു. ഇവിടെ നിർത്തിയപ്പോഴും ഇവിടെയും നമുക്ക് മുണ്ടായ കടവിൻ്റെ ഒരു വ്യൂ കിട്ടുന്നില്ല അല്ലേ? ഇതിലിനെ അത് കാട് പിടിച്ചിട്ട് ഇല്ലേ? ഇവിടെ ഈ കാണുന്നതാണ് മുണ്ടായ കടവ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. സോ ഇവിടെ വന്നിട്ട് നമുക്കൊന്ന് ആ ഒരു സീന്, നരസിംഹത്തിലെ ഒരു സീന്, നരസിംഹം പ്രധാനപ്പെട്ട ഒരു ഇതാണ്. 2000 പുറത്തിറങ്ങിയ ഈ സിനിമ ഷാജി കൈലാസ് സാർ ഒരു വമ്പൻ ഹിറ്റായിരുന്നു. ഇന്നും നമുക്ക് ഒരു കാര്യം, ഇന്നും നമ്മൾ നരസിംഹം എന്ന് പറയുന്ന ഇന്നത്തെ സിനിമകളൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ പഴയ ആ ഒരു സിനിമകൾ, അതായത് നരസിംഹം, തെങ്കാശിപ്പട്ടണം തുടങ്ങിയ ആ സിനിമകളൊക്കെ പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയച്ഛനൊക്കെ തിയേറ്ററിൽ പോയി കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഫീലൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. തെങ്കാശിപ്പട്ടണമൊക്കെ പടം ഇതിനെ പോയി കണ്ട ആ ഒരു ഫീല്, അയ്യോ വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ. അന്നത്തെ ഹിറ്റുകളായിരുന്നു നരസിംഹവും തെങ്കാശിപ്പട്ടണമൊക്കെ, കാലാപ്പാനി. അപ്പോൾ അതെ, വ്യത്യാസം വന്നു. അതെ. അപ്പോൾ ഇതാണ് മുണ്ടായ കടവ്. മുണ്ടായ കടവിൽ നരസിംഹത്തിൽ ചിത്രീകരിച്ച സീന് നമ്മുടെ പവിത്രൻ, അതായത് NF വർഗീസ് ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രം, നമ്മുടെ പ്രധാനപ്പെട്ട ശത്രു, ഇന്ദുചൂടൻ്റെ ശത്രു, അച്ഛൻ മരിച്ചിട്ട് ചിതാഭസ്മം ഒഴുക്കി വിടാൻ വേണ്ടി വരികയാണ്. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ജാഥയായിട്ട് വരികയാണ്. വലിയ രാഷ്ട്രീയത്തിലെ കുലപതിയായിരുന്നു ആൾ. ആ ജാഥ വരുന്നത് ഇതിൽ കൂടെയാണ്. അന്ന് ഈ പാലമൊന്നും ഇതൊന്നും ഇല്ല കേട്ടോ, ഈ വാട്ടർ അതോറിറ്റി ഈ സംഭവങ്ങളൊന്നുമില്ല. ഇങ്ങനെ വന്ന് ഇതിൽ കൂടെ വന്നിട്ടാണ് ഇവിടെ വെച്ചിട്ടാണ് അവർ നിർത്തുന്നത് തോന്നുന്നു. എവിടെ നിർത്തി, അതായത് നമ്മുടെ പൊന്തല്ല ആ സീനിൽ ഇവിടെയാണ് മുണ്ടായ കടവ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു ഓടിൻ്റെ ഭാഗം മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. അപ്പോൾ അവരിവിടെ വന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് അവരുടെ കൂട്ടാളികളെല്ലാം കൂടി, ഇന്ദുചൂടൻ്റെ കൂട്ടാളികളെല്ലാവരും കൂടി, ശ്രീരാമേട്ടനും അവർ കലാപം മണിച്ചേട്ടനൊക്കെ ഉണ്ട്, അവരെല്ലാവരും കൂടി നിർത്തി ഇപ്പോൾ പോകാൻ സമ്മതിക്കില്ല. എന്താ പറയുക, രാഷ്ട്രീയത്തിലെ വെറും എന്താ പറയുക, ബ്രിട്ടീഷുകാർക്ക് കൂട്ടുന്ന ആളാണ് ഇവരുടെ അച്ഛൻ എന്നുള്ള ആ ഇമേജിൽ സംസാരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ വീരാളിപ്പട്ടമൊന്നും കൊടുക്കണ്ട എന്നൊക്കെ സംസാരിച്ച്, അപ്പോൾ അവർ പറയും അതിനുള്ള വഴി ഞങ്ങൾ വേറെ നോക്കാം. അപ്പോൾ സായികുമാർ ചേട്ടനും ഉണ്ടാവും, ഞങ്ങൾ വഴി വേറെ നോക്കാമെന്ന് പറയും. അപ്പോൾ
അവർ പറഞ്ഞ് അപ്പോൾ അതിലാണ് അതിന് ശേഷമാണ് നമ്മുടെ ലാലേട്ടൻ്റെ ഇൻട്രോ സീൻ. ഏകദേശം ലാലേട്ടൻ്റെ ഇൻട്രോ സീൻ ഇതേ അവിടെ ഏകദേശം അവിടെ നിന്നാണ് ലാലേട്ടൻ നമ്മുടെ പ്രശസ്തമാണ്. നരസിംഹത്തിലെ ലാലേട്ടൻ്റെ ഇൻട്രോ സീന് പ്രശസ്തമാണ്. സ്ലോ മോഷനിൽ ഇങ്ങനെ സിംഹം അങ്ങനെ ഓടുന്നതും ഒക്കെ ആയിട്ടുള്ള സീൻസൊക്കെ ഇവിടെ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. പണ്ടതൊക്കെ എന്താ പറയുക, തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു രോമാഞ്ചമായിരുന്നു സീൻ അല്ലേ? അതെ, 22 വർഷമായി അത് കഴിഞ്ഞിട്ട്. അത് ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ അങ്ങനെ നടന്നു വന്നിട്ട് അപ്പോൾ എന്താ പറയുക, പവിത്രനെ എതിർത്തിട്ട് ചിതാഭസ്മം ഒഴുക്കാൻ പറ്റില്ല എന്നുകൊണ്ട് ലാലേട്ടൻ തടഞ്ഞു നിർത്തുന്നു. ആ ഡയലോഗൊക്കെ ഉണ്ട് കുറേ. ആ ഡയലോഗുകളെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. എന്നിട്ട് അവർ തിരിച്ചു പോവും, ചിതാഭസ്മം ഒഴുക്കാൻ പറ്റാതെ തിരിച്ചു പോവും. ആ ഒരു സീനാണ് ഇവിടെ വെച്ച് പ്രധാനമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു സീന് കൂടിയുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ അച്ഛൻ്റെ കഥാപാത്രം അവതരിപ്പിച്ച തിലകൻ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ കഥാപാത്രം മരിക്കും. അതിൽ മരിച്ചു കഴിഞ്ഞിട്ട് ലാലേട്ടൻ ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ട് തന്നെ കേട്ടോ. ഈ ഭാരതപ്പുഴയുടെ ഇതിൽ തന്നെ ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഈ ശേഷക്രിയകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പവിത്രം വന്ന് ഒരുപാട് ഡയലോഗ് അടിക്കും അല്ലേ? ഡയലോഗ് പറഞ്ഞ് അവസാനം ആണ് നമ്മുടെ ലാലേട്ടൻ ഇതെല്ലാം കഴിഞ്ഞ് കയ്യിലുള്ള പവിത്രമൊക്കെ അഴിച്ചു വെച്ചിട്ട്, കയ്യിൽ പവിത്രം എന്ന് ഇടും, ആ വിരലിടാൻ പവിത്രമൊക്കെ അഴിച്ച് വെച്ച് നമ്മുടെ വർഗീസ് ചേട്ടൻ്റെ അവതരിപ്പിച്ച കഥാപാത്രം പവിത്രനെ തല്ലാൻ പോകുന്നത്. എല്ലാവരും അടിച്ച് കാല് തല്ലി ഓടിക്കും. അതിൻ്റെയൊക്കെ ആ ഒരു പവിത്രൻ്റെ കാലൊക്കെ തല്ലി ഓടിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അതൊക്കെ ഈ മണൽത്തിട്ടകളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ആ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഫുൾ ഫൈറ്റ് സീന് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്, ഏകദേശം ക്ലൈമാക്സ് ഫൈറ്റ് സീന്. അപ്പോൾ അതെല്ലാമാണ് നമ്മുടെ നരസിംഹത്തിൽ ഇവിടെ എടുത്ത സീൻസ്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല വെയിലുണ്ടെങ്കിലും ചൂടറിയുന്നില്ല, കാറ്റുണ്ട്. അതുകൊണ്ട് അല്ലേ, നല്ല വള്ളാരം കല്ലുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, നല്ല അടിപൊളി സ്ഥലം. അപ്പോൾ അപ്പുറത്ത് തൃശ്ശൂർ ജില്ലയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം അല്ലേ? കടവൻ്റെ അങ്ങോട്ട് പോകാം. അങ്ങനെയാണ് കടവിൻ്റെ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ സീൻസും കൂടി പറഞ്ഞുതരാം കേട്ടോ. അവതാരപ്പിറവികളുടെ മുഴുവൻ രാവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. പുറം കാലുയർത്തി തൊഴിച്ച് തെറിപ്പിക്കും ഞാനത്. അതിനു മുമ്പ് നീ ഈ മണപ്പുറത്ത് ഇതിനു മുമ്പ് കാണുമ്പോ ഞാൻ എന്റെ അച്ഛന്റെ ശേഷക്രിയ ചെയ്യാൻ വന്നതായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ നരസിംഹം ലൊക്കേഷൻ അത് കഴിഞ്ഞിട്ട് ആ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നു കേട്ടോ. കയറി വന്നപ്പോഴാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ. ഇത് ഇങ്ങനെയാണ് വരിക, ഷൊർണൂരിൽ നിന്നുള്ള വഴി അങ്ങനെ മുണ്ടായ കടവിലേക്ക് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ മതിൽ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം ആളുകൾക്കും. നമ്മുടെ ഇന്നും നിൻ്റെ മൊയ്തീൻ കാഞ്ചനമാലയെ കാണാൻ വരുന്ന സീനാണ് അല്ലേ? അതെ അതെ അതെ, ആ ഒരു സീൻ. അതിൽ മൊയ്തീൻ ഇങ്ങനെയാണ് നടന്നു പോകുന്നത്. നടന്ന് ഇങ്ങനെ പോകും. ശരിക്കും അതിൽ പ്രധാനപ്പെട്ട ഇതാണ്, ലൊക്കേഷനാണിത്. അപ്പോൾ മൊയ്തീൻ ഇങ്ങനെ പോയിട്ട് അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും. കാഞ്ചനമാലയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും വരണമെന്ന്. ഇതാണ്. അപ്പോൾ ഈ സീൻ കറക്റ്റ് ഇങ്ങനെ തന്നെ എടുത്തിരിക്കുന്നത്. ഇവിടെ വന്ന് മൊയ്തീൻ നിൽക്കും. അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ അതിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ വന്നിട്ട് നിൽക്കുക. പിന്നെ അതിൽ പ്രധാനമായിട്ടും ഇതൊരു ക്ഷേത്രമാണ്. ഇതാ ഈ ക്ഷേത്രത്തിൻ്റെ പേരെന്തതില്ല? മുണ്ടമുഖ ശ്രീ ശാസ്താംകോവിൽ. മുണ്ടമുഖ ശ്രീ ശാസ്താംകോവിൽ അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് ഇതാ ഇത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ചരിത്രം, ഈ ഒരു ക്ഷേത്രത്തിനൊരു ചരിത്രമുണ്ട്. അത് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിലും പറഞ്ഞുതരും നമുക്ക്. അപ്പോൾ ഈ ഒരു ഷോട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ എങ്ങനെയാണ്, ഇതാ ഇങ്ങനെയാണ് മൊയ്തീന് നിൽക്കുക. അപ്പോഴേക്കും കാഞ്ചനമാല ഇവിടെ നിന്ന് വരും, ഈ ഒരു ഭാഗത്തു നിന്ന് വരിക. ഇങ്ങനെ വന്ന് കാഞ്ചനമാല ഇങ്ങനെ വന്ന് രണ്ടുപേരും കൂടി, മൊയ്തീൻ ഇവിടെ, കാഞ്ചനമാല ഇവിടെ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. മുണ്ടായ കടവിൻ്റെ ആ പ്രധാന ഭാഗം ഇത് ബാക്ക്ഗ്രൗണ്ടായിട്ടാണ് ആ സീൻ എടുത്തിരിക്കുന്നത്. എന്നതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവർ പോയിരിക്കുന്ന കടവിലാണ് പോയിരിക്കുക. ആ മുണ്ടായ കടവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ചെറിയൊരു കുളപ്പര പോലെ കടവ് കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് പഴയതാണ് ഒരു കടവാണ്. ഇതുണ്ടോ, ഒരുപാട് കൊല്ലം പഴക്കമുള്ളൊരു കടവാണ്. കണ്ടോ, ഇവിടേക്ക് ഓടൊക്കെ പോയിട്ടുണ്ട്, എങ്കിലും ഏകദേശം അതേപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ ഭാഗത്താവും മൊയ്തീനും കാഞ്ചനമാലയും കൂടി ഇരുന്നിട്ട് സംസാരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, നീ എപ്പോഴാണ് എങ്ങനെയാണ് വരാൻ പറ്റിയത്? അപ്പോൾ ഒരു കല്യാണത്തിന് വരികയെന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ട് കാഞ്ചനമാല വരുന്നത്. അപ്പോൾ ഞാൻ വരും, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് മൊയ്തീൻ പറഞ്ഞു വയ്ക്കും, കാഞ്ചനമാലയോട് പറഞ്ഞു വയ്ക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മഴ വരും, പുറത്ത് നല്ല മഴ വരും. മഴ വരുമ്പോഴാണ് ഇവിടെ കാഞ്ചനമാല പോയിട്ട് ഇങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര ഇമോഷണലി നല്ലൊരു സീനാണത്. മൊത്തത്തിൽ ഇമോഷൻസ് ഉള്ള ഒരു മൂവിയാണ് മൊയ്തീൻ, എന്നതിൻ്റെ മൊയ്തീൻ. അതെ, പക്ഷേ ഈ ഒരു സീൻ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇവിടെയാണ് കാഞ്ചനമാല ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ മഴ വരുമ്പോൾ മഴത്തുള്ളികളാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. മൊയ്തീനും ഉണ്ടാവും. അപ്പോൾ മൊയ്തീനും കാഞ്ചനമാല കൈ പിടിക്കും. മൊയ്തീൻ ഇങ്ങനെ
അടിയിൽ കൈ പിടിക്കും കാഞ്ചനമാലയുടെ ആ ഒരു സീൻ. എന്നതിന് ശേഷം വള്ളം വരും. വള്ളം വന്നിട്ട് കാഞ്ചനമാല മൊയ്തീൻ യാത്രയൊക്കെയാണ് കയറ്റിയിട്ട് അങ്ങനെ പോകുന്ന ആ ഒരു സീൻ. തിരിച്ച് നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് നാളെ എൻ്റെ കൂടെ ഇറങ്ങി വരണമെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു സീനാണ് ഇവിടെ വെച്ചിട്ട് പ്രധാനമായിട്ടും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേ ഞാൻ ഒരു ഇതും കൂടി കാണിച്ചു തരാം. ഇങ്ങോട്ട് ഇറങ്ങി അതായത് നമ്മുടെ മുണ്ടായ കടവിൻ്റെ നേരെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ്. നമ്മളിപ്പോൾ ഇതേ അവിടെയാണ് നിന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് തിരിച്ച് ഇതെങ്ങനെ വന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നതാണ്. ഇതാണ് മുണ്ടായ കടവ്. ഇതാ ഈ കാണുന്നത് കണ്ടോ. ഈ ഒരു കടവ് എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് വർഷം പഴക്കമുള്ള അല്ലേ ഒരു കടവാണ്. പക്ഷേ ഈ മഴക്കാലത്ത് ഇതിപ്പോൾ വേനൽക്കാലം കഴിയാറായി, ജൂണാണ് കഴിയാറായി. ഇപ്പോൾ വെള്ളം അധികമില്ല. മഴക്കാലം തുടങ്ങി അത്യാവശ്യത്തിന് മഴ നല്ല തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നല്ല കയറും. ഏകദേശം കടവിൻ്റെ അതുവരെ എത്തുന്നതാണ് അല്ലേ. അതെ, അവിടം വരെ എത്തും. അപ്പോൾ അതൊക്കെയാണ്. വേറെ സീന് 1-2 സീൻ കൂടി ഉണ്ട് അല്ലേ. ഉണ്ട്, ഒരുപാട് പാട്ട് സീനുകളിലൊക്കെ മഴ പെയ്യുന്ന രംഗങ്ങൾ കാണിക്കുന്ന ഭാഗങ്ങൾ. അതെ, എന്നും നിന്റെ മൊയ്തീനിലെ പാട്ട് സീനിലൊക്കെ അത് ആ പുഴയിൽ കൂടെ പോകുന്ന രംഗങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ക്ലൈമാക്സ് രംഗം. നമ്മുടെ ക്ലൈമാക്സിൽ മൊയ്തീൻ പുഴയിൽ മുങ്ങി മരിക്കുന്ന ഒരു ഇതാണ്, ആ ഒരു സിറ്റുവേഷനാണ് ആ ഒരു സിനിമയിൽ വരുന്നത്. ആക്ച്വലി ഇത് നടക്കുന്നത് തെയ്യത്തും കടവ് എന്ന് പറയും. മുക്കത്ത്, കോഴിക്കോട് ജില്ലയിലെ മുക്കത്തുള്ള തെയ്യത്തും കടവിലാണ് ഈ ഒരു കഥയ്ക്ക് ആസ്പദമായിട്ടുള്ള റിയൽ കാലഘട്ടത്തിലേക്കാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഇവിടെ സിനിമയാക്കുന്ന സമയത്ത് ഇരുവഴിഞ്ഞിപ്പുഴയാണ് അതിന്റെ ശരിക്കുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇരുവഴിഞ്ഞിപ്പുഴ കാണിക്കുന്നത് ഭാരതപ്പുഴയാണ്. അപ്പോൾ അതിൽ ഈ ഒരു പുഴയിലാണ് ക്ലൈമാക്സിൽ നമ്മുടെ മൊയ്തീൻ ഇങ്ങനെ വഞ്ചിയിൽ പോകുമ്പോൾ കാറ്റും ഒക്കെ വരും. കാറ്റ് വന്നിട്ട് എല്ലാവരും കൂടി വഞ്ചിയിൽ ഒരുപാട് പേരുണ്ടാവും. അവസാനം കാറ്റ് വന്ന് എല്ലാവരും കൂടി വഞ്ചി അങ്ങനെ മറിഞ്ഞു വീഴുന്നതൊക്കെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ആ വീഴുന്നത് തന്നെ മൊയ്തീൻ മരിക്കും, രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് മരിക്കുന്നത്. മൊയ്തീൻ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോഴാണ് മരിക്കുന്നത്. ആ മരിച്ചതിന് ശേഷം അവസാനം ക്ലൈമാക്സ് ആവുകയാണ്. അതാണ് ഈ ഒരു സിനിമയുടെ കഥ വരുന്നത്. അപ്പോൾ ആ ഒരു ക്ലൈമാക്സ് രംഗവും ഈ ഒരു ഭാഗത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്നുനിൻ്റെ മൊയ്തീൻ ചിത്രീകരിച്ച മുണ്ടായ കടവ്. സിനിമയുടെ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷൻ തിരയുന്ന സമയത്തൊക്കെ ശരിക്കും ഈ കഥ നടന്നിട്ടുള്ള സ്ഥലം മുക്കം, അവിടെ ഇതുപോലെ ഉള്ളൊരു പ്രകൃതി ഭംഗിയൊന്നുമില്ല. പക്ഷേ അപ്പോൾ എന്താ വെച്ചാൽ സിനിമ എടുക്കും വേണം ഇതേപോലെ ഒരു പഴയ കാലത്തിൻ്റെ ഇതിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളെ. അപ്പോൾ അങ്ങനത്തെ രംഗങ്ങൾ ചിത്രീകരിക്കാൻ അവിടുത്തെ സ്ഥലമൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു, ശരിക്കും കഥ നടന്നിട്ടുള്ള സ്ഥലം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഭാരതപ്പുഴയുടെ തീരത്ത് ഈ കടവ് തിരഞ്ഞെടുത്തത്. ഇതിപ്പോഴും ഒരു പഴയ കാലഘട്ടത്തിൻ്റെ പറിച്ചു നടാൻ ഈ രംഗങ്ങൾക്ക് കഴിയും നമ്മുടെ ഈ പശ്ചാത്തലത്തിന്. അതുകൊണ്ടാണ് ആ സിനിമ ഇവിടെ ചിത്രീകരിച്ചത്. അപ്പോൾ അതാണ് ഈ സിനിമയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള മുണ്ടായ കടവിലെടുത്ത. പിന്നെ ഒരുപാട് ആളുകളൊന്നും അറിഞ്ഞിട്ടില്ല ഇവിടെ ഷൂട്ടിംഗ് നടക്കണത്. കാരണം ഇത് ഷൊർണൂർ ടൗണിൽ നിന്നൊക്കെ ഒരുപാട് ഉള്ളിലേക്കാണ് ഒരുപാട് യാത്ര ചെയ്താലാണ് ഇങ്ങോട്ട് എത്താൻ പറ്റും. ഒരു 4 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്യണം, എന്നാലേ എത്തുള്ളൂ. ഇരവഴിഞ്ഞ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാ. വാക്ക ഏറ്റവും വലിയ സത്യം. നമുക്കൊന്ന് ജീവിക്കണ്ടേടി. നാളെ പുലർച്ചയ്ക്ക് ഞാൻ കൊറ്റാട്ടിലേക്ക് വരും, ഈ ഇറങ്ങി വരണം. പിന്നെ ഈ മുണ്ടായ കടവിൽ നമ്മുടെ എന്നുനിൻ്റെ മൊയ്തീൻ അല്ലാതെ ഇതിനെ കൂടാതെ ആണും പെണ്ണും എന്ന് പറയുന്ന ഒരു മൂവി അതിലും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എക്സാക്ട്ലി രംഗം ഏതാണെന്ന് ഓർമ്മയില്ല. ഒരു പെൺകുട്ടി ക്ലൈമാക്സ് ആണ് അല്ലേ, ഏതായിരുന്നു ഓർമ്മയുണ്ടോ നിനക്ക്? അത് അവസാനം വെള്ളത്തിൽ കയറിയിട്ട് യാത്രയാക്കുന്ന ഇന്ദ്രജിത്ത് ചേട്ടൻ്റെ കയ്യിലുണ്ട് അല്ലേ ആ ഒരു സീനിൽ. ആ ഒരു മൂവിയും ഈ ഒരു കടവിൽ മുണ്ടായ കടവിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ക്ലൈമാക്സ് സീനാണ്. അതെ, അതും ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് മുണ്ടായ കടവിലെടുത്ത പ്രധാനപ്പെട്ട സിനിമകൾ. പിന്നെ വേറെ ഏതൊക്കെ 1-2 സിനിമകൾ കൂടി ഉണ്ട് അല്ലേ, സിനിമകളുണ്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട സിനിമകൾ ഇവിടെ, അതൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ കടവ് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ മറ്റേ ബസ് യാത്രകളൊന്നും ഇല്ലാത്ത സമയത്ത് ഇവിടുന്ന് അക്കരയ്ക്കും ഇക്കരയ്ക്കും വരാൻ തോണി യാത്രകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ കടവുകളിലാണ് തോണി എടുക്കുക. അപ്പോൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് ആ കാണുന്ന ഭാഗം ദേശമംഗലം ചെറുരുത്തി ഭാഗം. അപ്പോൾ അവിടുന്നൊക്കെ ആളുകൾക്ക് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇത്രയും പാലം കടന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്യണം. പിന്നെ പാലില്ലാത്ത കാലത്തൊക്കെ ഇത് നമ്മുടെ അപ്പുറം കൊച്ചിയും ഇപ്പുറം നമ്മുടെ ഷൊർണൂർ ഭാഗങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇത് മുറിച്ച് കടക്കാൻ ഉപയോഗിച്ചിരുന്ന വള്ളങ്ങൾ അടുത്തിരുന്ന കടവ് ഇവിടെയാണ്. അപ്പോൾ ഇതേ ഞാനങ്ങനെ മുണ്ടായ കടവെന്ന് പുഴയൊക്കെ കണ്ട് ഇതാ അങ്ങനെ ഭാരതപ്പുഴ കണ്ട്
നമ്മൾ മുകളിലോട്ട് പോകുന്നു, അവിടുത്തെ അയ്യപ്പ ക്ഷേത്രം കാണാൻ കേട്ടോ. അതിൻ്റെ ചരിത്രം നമുക്ക് ദിലീൻ പറഞ്ഞു തരും. അതാ ദിലീൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ദിലിനെ ഈ ക്ഷേത്രത്തിൻ്റെ പേരെന്തായാലും ഞാൻ മറന്നുപോയി. മുണ്ടമുഖ ശ്രീ ശാസ്താംകോവിൽ. മുണ്ടമുഖ ശ്രീ ശാസ്താംകോവിൽ. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ചരിത്രം പറ. വീട്ടി വട്ടതിരിപ്പാട് സാമൂഹിക പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ, അദ്ദേഹമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. കാരണം ചെറുപ്രായത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, ചെറുപ്രായത്തിൽ ശാന്തിക്കാരനായിട്ട് ഒരു ക്ഷേത്രത്തിൽ പോയതായിട്ട് പറയുന്നുണ്ട്. അത് അദ്ദേഹം ഇവിടേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കുറേ കാലം ശാന്തിക്കാരനായിട്ട് അദ്ദേഹം നിന്നിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും, ആ പ്രായത്തിലൊന്നും അദ്ദേഹം അക്ഷരാഭ്യാസം നേടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഒരു തീയാടി പെൺകുട്ടി എന്നാണ് പറയണത്, ഒരു പെൺകുട്ടിയിൽ നിന്ന് അദ്ദേഹം അക്ഷരാഭ്യാസം നേടിയെടുത്തു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ലോകത്തിലേക്ക്, എഴുത്ത് വായനയിലേക്കൊക്കെ അദ്ദേഹം കടന്നതെന്ന് പറയുന്നുണ്ട്. അത് ചരിത്രമാണ്, ഉള്ള കാര്യമാണ്. അപ്പോൾ അതാണ് ഈ ക്ഷേത്രവും നമ്മുടെ സാമൂഹിക പരിഷ്കർത്താവ് വീട്ടി വട്ടതിരിപ്പാടുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. മുണ്ടമുഖ ശ്രീ ശാസ്താംകോവിൽ. അതാണ് ഈ ക്ഷേത്രം. അപ്പോൾ അതാണ് കടവ് കടന്ന് നേരെ നമ്മൾ ചെന്നെത്തുന്നത് ക്ഷേത്രത്തിലേക്കാണ്. അതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ അപ്പുറത്താണ് അല്ലേ? അപ്പുറത്താണ് ഫ്രണ്ട് പോർഷൻ. ഇതാണ് ഇതാണ് മുണ്ടായ കടവിനടുത്തുള്ള ശ്രീ മുണ്ടമുഖ അയ്യപ്പ ക്ഷേത്രം. മുണ്ടമുഖയല്ലേ? അതെ, അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ വരെ ഇപ്പോൾ നമ്മൾ പോകുന്നുള്ളൂ, അവിടത്താണ് എൻട്രൻസ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് മുണ്ടായ കടവ്, നരസിംഹം എന്നതിൻ്റെ മൊയ്തീനൊക്കെ ഷൂട്ട് ചെയ്ത ഷൊർണൂരടുത്തുള്ള മുണ്ടായ കടവും കാഴ്ചകളും. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ ചാനൽ ശ്രീജിത്ത് വ്ലോഗ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ അമർത്തണം കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട്, അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാ സംഭവങ്ങളും ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല ലൊക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതായിരിക്കും, പഴയ സിനിമകളുടെ പ്രത്യേകിച്ച്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ദിലീനും ഞാനും ഗുഡ് ബൈ.